എല്ലാ ഫൈബ്രോയിഡും എടുത്തു മാറ്റേണ്ട ഫൈബ്രോയിഡുകളല്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് ക്യാൻസർ ആകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഏതൊക്കെ മുഴകൾ ഗർഭപാത്രത്തിൽ കണ്ടാൽ എടുത്തു കളയണം. അപ്പോൾ വയറിൽ തൊട്ടാൽ അറിയുന്ന മുഴകൾ, അത്രയും വളർന്ന മുഴകളാണെങ്കിൽ അത് എടുത്തു കളയുന്നതാണ് നല്ലത്. വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ സൈഡിൽ കൂടെ മൂത്രനാളി കുഴൽ വരുന്നുണ്ട്. കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ ആ യുറീറ്റർ, മൂത്രനാളിയെ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂത്ര തടസ്സവും പിന്നെ കിഡ്നി വീങ്ങാനും ഒക്കെ തുടങ്ങും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തായാലും അത് പിന്നെയും കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, അതങ്ങ് എടുത്ത് കളയുന്നതാണ് നല്ലത്. ബ്ലീഡിങ് ഉണ്ട്, മാസക്കുളി സമയത്ത് രക്തം അധികം പോകുന്നു, അവർക്ക് വിളർച്ച വരുന്നു, അപ്പോഴത്തേക്കും അവരുടെ ആരോഗ്യം പോവും. അങ്ങനെയുള്ളതിനെയും നമുക്ക് എടുത്ത് കളയാം. പിന്നെ ഗർഭപാത്രത്തിനകത്തേക്ക് വളരുന്ന മുഴ, അത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിലും 3 സെൻറ്റിമീറ്റർ ആണെങ്കിലും അത് വേദനയും ബ്ലീഡിങ്ങും കൂട്ടുന്ന മുഴകളാണ്. അതിനെയും നമുക്ക് എടുത്ത് കളയേണ്ടി വരും. ചിലപ്പോൾ നമ്മളൊരു 6 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ ഉള്ള മുഴയാണെങ്കിൽ നമ്മൾ പറയും ഇതെടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ 2 സെൻറ്റിമീറ്റർ മുഴയാണ് ഗർഭപാത്രത്തിനകത്തേക്ക് വളരുന്നതാണെങ്കിൽ നമ്മൾ പറയും അത് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. പിന്നെ പെട്ടെന്ന് നമ്മളൊരു ഒരു മാസത്തിൽ നമ്മൾ ഫൈബ്രോയിഡ് ഡയഗ്നോസ് ചെയ്തു, അടുത്ത ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ബ്ലീഡിങ് വന്നിട്ട് അതിൻ്റെ സൈസ് വലുതാവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ക്യാൻസർ സസ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ മുഴകളും നമ്മൾ എടുത്തു കളയണം. അല്ലെങ്കിൽ മൂത്രതടസ്സം ഉണ്ടാക്കുന്നു, കിഡ്നി വീങ്ങുന്നു, വൃക്കകൾ വീങ്ങുന്നു, അപ്പോഴും നമ്മൾ എടുത്തു കളയണം.